നമസ്കാരം. ഇത് ദ ഇന്ത്യൻ. ഓപ്പറേഷൻ സിന്ദൂറിനിടെ നടന്ന വ്യോമാക്രമണത്തിനിടെ ഇന്ത്യയുടെ യുദ്ധവിമാനങ്ങളെ തകർത്തു എന്നുള്ള ബെഡായി പാകിസ്ഥാൻ അത് നടന്ന സമയം തൊട്ട് പ്രചരിപ്പിച്ചു വരുന്നതാണ്. എന്നാൽ യാതൊരു തെളിവും അവർക്കൊട്ട് കാണിക്കാൻ സാധിച്ചിട്ടില്ല. ഇതുവരെ പാകിസ്ഥാനായിരുന്നു അത്തരത്തിലുള്ള അവകാശവാദം ഉന്നയിച്ചിരുന്നതെങ്കിൽ ചൈനീസ് ഔദ്യോഗിക മാധ്യമങ്ങൾ ഇപ്പോൾ ഒരു പുതിയ അവകാശവാദം ഉന്നയിച്ച് രംഗത്തെത്തിയിരിക്കുകയാണ്. പാകിസ്ഥാന്റെ ചൈനീസ് നിർമ്മിത J-10 CE യുദ്ധവിമാനങ്ങൾ സ്വന്തം റഡാർ മാത്രം ഉപയോഗിച്ച് 200 കിലോമീറ്റർ അകലെയുള്ള ഇന്ത്യൻ വിമാനങ്ങളെ വെടിവെച്ചുവിട്ടു എന്നാണ് ഈ അവകാശവാദം. പ്രമുഖ ചൈനീസ് ശാസ്ത്രജ്ഞൻ ബെൻഡെയുടെ പ്രസ്താവനയെ ആധാരമാക്കി സോഹു എന്ന വാർത്താ വെബ്സൈറ്റാണ് ഇത് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. എന്നാൽ ചൈനീസ് മാധ്യമങ്ങളുടെ പ്രചാരണം മാത്രമാണിതെന്നും യാഥാർത്ഥ്യവുമായി ഇതിന് യാതൊരു ബന്ധവുമില്ല എന്നും അന്താരാഷ്ട്ര പ്രതിരോധ വിദഗ്ധരും ചൂണ്ടിക്കാണിക്കുന്നു. പാകിസ്ഥാൻ ഉപയോഗിച്ച J-10 CE വിമാനങ്ങളിലെ KLJ-7A റഡാറും ദീർഘദൂര PL-15 മിസൈലുകളും ചേർന്നാണ് തകർത്തതെന്നാണ് റിപ്പോർട്ടിലെ വാദം. ഇന്ത്യയുടെ റഫാൽ, MiG-29, സുഖോയ് 30 STI വിമാനങ്ങളിലെ റഡാർ വാർണിംഗ് റിസീവറുകളിൽ മുന്നറിയിപ്പ് സന്ദേശം ലഭിക്കുന്നതിന് മുൻപ് തന്നെ ദീർഘദൂര PL-15 മിസൈലുകൾ ഉപയോഗിച്ച് അവ തകർത്തു എന്നാണ് അവകാശവാദം. ചൈനീസ് റഡാറുകളുടെ സവിശേഷമായ സിഗ്നൽ രീതി കാരണമാണ് ഇന്ത്യൻ വിമാനങ്ങൾക്ക് ആക്രമണം മുൻകൂട്ടി തിരിച്ചറിയാൻ കഴിയാതിരുന്നതെന്നും ഈ റിപ്പോർട്ടിൽ അവകാശപ്പെടുന്നു. ഒരു J-10 CE വിമാനം പോലും നഷ്ടപ്പെടാതെ 3 റഫാലുകൾ ഉൾപ്പെടെ 6 ഇന്ത്യൻ വിമാനങ്ങൾ പാകിസ്ഥാൻ തകർത്തെന്നാണ് ചൈനീസ് മാധ്യമങ്ങളുടെ കണക്ക്. പോരാട്ടം നടന്ന 6 മാസത്തിനു ശേഷം J-10 വിമാനങ്ങൾ വിജയം നേടിയെന്ന് ചൈനീസ് സൈന്യം സ്ഥിരീകരിച്ചിരുന്നു. എന്നാൽ 14 മാസങ്ങൾക്ക് ശേഷം ബെൻഡെയുടെ അഭിമുഖം വന്നതോടെയാണ് 200 കിലോമീറ്റർ ആക്രമണ കഥ പുറത്തു വരുന്നത്. ചൈനീസ് മാധ്യമങ്ങളുടെ വാദങ്ങളെ പ്രതിരോധ വിദഗ്ധർ പൂർണ്ണമായി തള്ളിക്കളയുന്നതിന്റെ കാരണം ഈ പറയുന്നവയാണ്. J-10 CE വിമാനത്തിലെ KLJ-7A റഡാറിന്റെ പരമാവധി പരിധി 120 മുതൽ 200 കിലോമീറ്റർ വരെയാണ്. ചൈന പാകിസ്ഥാന് നൽകിയ PL-15E മിസൈലിന്റെ ശേഷി 145 കിലോമീറ്റർ മാത്രവും. അതിനാൽ മറ്റ് സഹായങ്ങളില്ലാതെ പരമാവധി ശേഷിയായ 200 കിലോമീറ്റർ അകലെയുള്ള ലക്ഷ്യത്തെ തകർക്കുക എന്നത് അസാധ്യമായ കാര്യമാണ്. പാകിസ്ഥാന്റെ സാപ് 2000 എറേ പോലുള്ള വ്യോമ നിരീക്ഷണ വിമാനങ്ങളിൽ നിന്നും തത്സമയ വിവരങ്ങൾ സ്വീകരിച്ചാകാം അന്നവർ ആക്രമണം നടത്തിയതെന്നാണ് വിദഗ്ധരുടെ നിഗമനം. ഇന്ത്യൻ റഫാൽ വിമാനങ്ങളിലെ റഡാറുകൾക്ക് 200 മുതൽ 240 കിലോമീറ്റർ വരെയുള്ള ശത്രു വിമാനങ്ങളെ തിരിച്ചറിയാൻ സാധിക്കും. ലോകത്തിലെ തന്നെ മികച്ച ഇലക്ട്രോണിക് വാർഫെയർ സംവിധാനങ്ങളുള്ള റഫാലിന് യാതൊരു മുന്നറിയിപ്പും ലഭിക്കാതെ ആക്രമണം നടത്തിയെന്നത് ഒട്ടും വിശ്വസനീയമല്ല. അതുപോലെ തന്നെ ഇന്ത്യ പാക് സംഘർഷത്തെക്കുറിച്ചുള്ള അവകാശവാദങ്ങൾ കാലക്രമേണ മാറി വരുന്നതും ഇതൊരു ഉണ്ടയില്ലാ വെടിയാണെന്ന വാദത്തിന് കൂടുതൽ ബലം നൽകുന്നുണ്ട്. പാകിസ്ഥാൻ സ്രോതസ്സുകൾ ആക്രമണ ദൂരത്തെക്കുറിച്ചുള്ള അവകാശവാദം ആദ്യം ഏകദേശം 180 കിലോമീറ്റർ എന്നായിരുന്നു അവകാശപ്പെട്ടിരുന്നത്. പിന്നീട് ഇത് 200 കിലോമീറ്ററായി. അതായത് ഒരു നിലപാടിൽ പോലും അവർക്കൊരു കൃത്യതയില്ല. ഇതുതന്നെ അവരുടെ അവകാശവാദങ്ങൾ നുണയാണെന്ന് തെളിയിക്കുന്നതിൻ്റെ ഒരു അടിസ്ഥാന കാരണമായിരുന്നു. അതേസമയം ചൈനീസ് മാധ്യമങ്ങൾ J-10 CE യുദ്ധവിമാനത്തെയും PL-15E മിസൈലിനെയും ഇന്ത്യൻ റഫാലും MiG മിസൈലുമായി താരതമ്യം ചെയ്ത ചൈനീസ് ആയുധങ്ങളുടെ മേന്മ ഉയർത്തിക്കാട്ടാനുള്ള ശ്രമമാണ് തുടരുന്നത്. യഥാർത്ഥ പോരാട്ടത്തിൽ എന്താണ് സംഭവിച്ചതെന്ന് പൂർണ്ണമായി വ്യക്തമാക്കുന്നതിന് പകരം ചൈനീസ് പ്രതിരോധ ഉൽപ്പന്നങ്ങൾക്ക് വിപണിയൊരുക്കാനുള്ള പ്രചാരണത്തിന്റെ ഭാഗമായിട്ടുള്ള വെറും തന്ത്രമായി മാത്രമാണ് ഇത്തരം അവകാശവാദങ്ങളെ പല നിരീക്ഷകർ നോക്കിക്കാണുന്നത്. ഇന്ത്യയേക്കാൾ മികച്ചത് ചൈനീസ് നിർമ്മിത സൈനിക ഉപകരണങ്ങളാണെന്ന് അവകാശപ്പെടാനാണ് അവർ ഇതിലൂടെ ശ്രമിക്കുന്നത്. ഇതിലൂടെ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത് എന്ന് വിശദീകരിക്കുന്നതിലുപരി ചൈനയുടെ ആയുധ വിൽപ്പനയും കയറ്റുമതിയും പ്രോത്സാഹിപ്പിക്കാനാണ് ഇത്തരം പ്രചാരണങ്ങൾ നടത്തുന്നതെന്നാണ് നിരീക്ഷകർ ചൂണ്ടിക്കാട്ടുന്നത്. എന്നാൽ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അന്നത്തെ ആ ഏറ്റുമുട്ടൽ വ്യത്യസ്ത യുദ്ധവിമാനങ്ങളും ഡേറ്റ നെറ്റ്വർക്കുകളും തമ്മിലുള്ള ഏകോപനത്തിന്റെ പ്രാധാന്യം വീണ്ടും ഉയർത്തിക്കാട്ടുന്നതാണ്. റഫാൽ, സുഖോയ് 30 MK, മിറാഷ് 2000 തുടങ്ങിയ വിമാനങ്ങൾ വ്യത്യസ്ത സംവിധാനങ്ങളിലാണ് പ്രവർത്തിക്കുന്നത്. അതിവേഗം മാറുന്ന ദീർഘദൂര വ്യോമപ്പോരുകളിൽ ശത്രുവിന്റെ സാന്നിധ്യം കൃത്യമായി തിരിച്ചറിയുന്നതിനും വിവരങ്ങൾ തത്സമയം പങ്കുവെക്കുന്നതിനും ഈ വ്യത്യസ്ത സംവിധാനങ്ങളെ കൂടുതൽ കാര്യക്ഷമമായി ബന്ധിപ്പിക്കേണ്ടതിന്റെ ആവശ്യകതയായിരുന്നു അന്നത്തെ സംഘർഷം തെളിയിച്ചത്.